ഒന്നും ചെയ്യാക്കില്ല. അവന്മാർ കിടിലങ്ങളാണ്, അവന്മാരൊന്നും ചെയ്യാക്കത്തില്ല. ഇതൊരു താങ്ക് യു ആണ്, കാരണം ഇത്രയും ദിവസം അമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. മദേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മയ്ക്കൊരു താങ്ക്സ് പോലെ. ബട്ടർ ഇടുന്നതിൽ എച്ചിത്തനം കാണിക്കരുത്. ആകപ്പാട് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് ബട്ടറിൽ നിന്നാണ്. ഒരു കുറ്റീച്ച വന്നിരിക്കുന്നു. ഇന്ന് കുറ്റീച്ചയുടെ ശല്യമുണ്ട്. ഒന്നും ചെയ്യാക്കില്ല. അവന്മാർ കിടിലങ്ങളാണ്, അവന്മാരൊന്നും ചെയ്യാക്കത്തില്ല. അപ്പോൾ വെൽക്കം ടു കറി വിത്ത് അമ്മാസ് കുക്കിംഗ് വ്ളോഗ് 11 അല്ലയോ? 11. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് ഞാൻ അമ്മയടുത്ത് എന്താ അമ്മയെ പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കി തരാന്നല്ലേ? ഫുഡ് ഉണ്ടാക്കി തരാ പറഞ്ഞു. അപ്പൊ ഞാനാണ് ഉണ്ടാക്കി തരുന്നത്. അമ്മയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പോണത്. ഞാൻ അപ്പൊ ആദ്യമേ ക്ഷമ ചോദിച്ചേക്കുന്നു. എനിക്ക് അത്ര വിശ്വാസം പോരാ, കാരണം ഗിംബിലാണ് കയ്യിരിക്കുന്നത്. എനിക്ക് ഈ കണ്ണാടി കാണാൻ വെക്കും. ഗിംബ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രമിക്കും എല്ലാം സെൻട്രലാക്കാനായിട്ട്. അപ്പൊ തുടങ്ങിയല്ലേ, ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. ഗിംബലും ക്യാമറ അമ്മയുടെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്യാണ്. എന്നാമേ എന്താ ഉണ്ടാക്കാൻ പോണത്? അപ്പൊ ഞാൻ ഇന്ന് അമ്മയ്ക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന മദേഴ്സ് ഡേ സ്പെഷ്യൽ പാസ്ത ഡിഷാണ്. അപ്പൊ പാസ്ത നമുക്കൊരു 350-300 ഗ്രാം ആണ് ഞാൻ എടുത്തേക്കുന്നത്. 2 പേര് നല്ലോണം കഴിക്കുന്നവരാണെങ്കിൽ ഒരു 400 ഗ്രാം വരെ എടുക്കാം. പാസ്ത എടുത്തത് മാക്രോണി പാസ്റ്റയാണ്. ഷേപ്പ് നോക്കണ്ട, മാക്രോണി പാസ്ത നോക്കിയാൽ മതി. നമ്മുടെ ക്യാപ്സിക്കം ആണ്, പച്ച ക്യാപ്സിക്കം, ചുവന്ന ക്യാപ്സിക്കം, പിന്നെ യെല്ലോ ക്യാപ്സിക്കം. ഇത് 3 അര ക്യാപ്സിക്കം വെച്ചിട്ട് എടുത്തതാണ് ഞാൻ. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ കക്കിരിക്ക, വെള്ളരിക്ക എന്നൊക്കെ വിളിക്കുന്ന സാധനം ക്യുക്കംബർ എന്ന് ഇവര് വിളിക്കും. ഞാൻ അത് ഒരെണ്ണം മീഡിയം സൈസ് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആദ്യമേ എടുത്തില്ല, സോഫ്റ്റായി പോകുന്നുള്ളതുകൊണ്ട്. പിന്നെ സവാള, ഒരു വലിയ വൈറ്റ് ഓണിയൻ എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗാർലിക്ക്, ഇത് എന്ന് പറയുന്നത് അമ്മ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്, ഞാനത് എടുത്തു. ഇത് ഞാൻ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഇതൊരു 4-5 ക്ലോവ്സ് ഉണ്ട്. ഇതൊരു 4 ക്ലോവ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കെച്ചപ്പ് വേണം, അതിന് ഞാൻ ഒരു പുതിയ ബാട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രീം, ഇത് പക്കിൻ്റെ ഒരു ക്രീം ഞാൻ 125 ml അമ്മ മേടിച്ച് വെച്ചിരുന്ന് ഞാൻ അടിച്ചു മാറ്റി. ഒലിവ് ഓയിൽ ഞാൻ അല്പം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോൾട്ട്, പാപ്രിക്ക എന്ന് പറയുന്ന നമ്മുടെ മറ്റേ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. ആദ്യമായിട്ട് എന്താ ചെയ്യാ? ആദ്യം ഞാൻ ചെയ്യുന്ന ആ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നട്ടരെ കാണിക്കൂ. ഈ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പാസ്ത കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇടുകയാണ്. വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ചോട്ടെ, അതിന് ശേഷം പാസ്ത ഇടാം. ഓക്കെ. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു അല്ലേ അമ്മേ? അപ്പൊ ഞാൻ നമ്മുടെ പാസ്ത ഇടാൻ പോവാണ്. പാസ്ത അങ്ങോട്ട് ഇട്ടു. ഇട്ട ഒരു 7 മിനിറ്റ് മതി. ഓവറായിട്ട് പാസ്ത തിളക്കേണ്ട ആവശ്യമില്ല. പാസ്ത വെന്തിട്ട്, പകുതി വെന്തിട്ട് നമ്മളത് എടുത്ത് വാർത്തിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കും, ആ പ്രോസസ്സ് കുക്കിങ്ങിന്റെ നിർത്താനായിട്ട്. എന്നിട്ട് അടുത്ത മലക്കറികളുടെ കൂടെ സാധനങ്ങളൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയതിനു ശേഷം പിന്നെയാണ് പാസ്ത ചേർക്കുന്നത്. അപ്പോൾ പാസ്ത പകുതി വെന്താൽ മതി എന്നാണ്. അതിനൊരു 6-7 മിനിറ്റ് മാക്സിമം. കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ആ പാസ്ത അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാം, വളരെ കുറച്ച് മതി, ഓവറായിട്ടൊന്നും വേണ്ട. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെന്തിട്ടുണ്ടോ നോക്കട്ടെ. വെന്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പൊ നമ്മൾ ഓഫ് ചെയ്യാണ്. ഇനി ഒന്ന് ഞാൻ വാർക്കാം. അപ്പൊ നമ്മള് ഇത് ജസ്റ്റ് ഒന്ന് വാർത്തെടുക്കുകയാണേ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, തണുത്ത വെള്ളം അതിന്റെ പുറത്തൂടെ ഒഴിച്ചു കൊടുക്കും. തണുത്ത വെള്ളം അതിന്റെ പുറത്തോടെ ഒഴിച്ചേച്ച് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കും. കാരണം അടിയിൽ ചൂടുവെള്ളം ഇരിക്കുന്നത്. ഈ ചൂടുവെള്ളത്തിന്റെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെയും സ്വത്തിനും കൂടെ വെന്ത് വൃത്തികേടാവും. തണുത്ത വെള്ളം താഴെ നമ്മൾ ഊറ്റാൻ ഉപയോഗിച്ച പാത്രത്തിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പാസ്ത ഒന്ന് കൂടെ ആ തണുത്ത വെള്ളത്തിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകി വെക്കും. കാരണം ആ പാസ്ത ചൂടായിട്ടിരിക്കാൻ പാടില്ല, അപ്പൊ അത് കുക്ക് ആയിക്കൊണ്ടിരിക്കും. പിന്നെ പിളുപിളാന്നായി പോകും, ഒന്നിനും കൊള്ളൂലാതായി പോകും. നമ്മൾ ഓയിൽ ഇടുമോ ഇതിനായിട്ട്? വാട്ടർ കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടല്ലോ. സോൾട്ട് ഇടുന്നതിന് ശേഷം ഞാൻ ഓയിൽ ഒഴിക്കണ കാണിച്ചില്ലേ? നമ്മൾ റെക്കോർഡ് ചെയ്തു. പക്ഷേ ഇനിയിപ്പോ നമ്മൾ ഇത് വെള്ളം വാർത്തതിന് ശേഷം അതിനുള്ളിൽ പാസ്തയിൽ നമ്മൾ ഓയിൽ ഇടണോ? ഇല്ല, ഞാൻ വെള്ളത്തിലാണ് വെച്ചേക്കുന്നത്. ആണോ? ഓക്കെ. ഇനി അടുത്ത എന്താ ചെയ്യാ മോനെ? പാത്രം അങ്ങോട്ട് വെക്കും തീയിലോട്ട്. അപ്പൊ ഞാൻ നേരത്തെ ബട്ടർ പറയാൻ മറന്നുപോയി. ബട്ടർ വേണം, ഇമ്പോർട്ടന്റ് സാധനമാണ്. ബട്ടർ ഇല്ലാതെ ഈ ഡിഷ് ഉണ്ടാക്കാൻ ഒരു കാരണവശാലും ഒക്കില്ല. ഈ പാൻ ഒന്ന് ചൂടായെന്ന് തോന്നുന്നു. ഞാൻ ഇത്തിരി ബട്ടർ ഇടും. ബട്ടർ ഇടുന്നതിൽ എച്ചിത്തനം കാണിക്കരുത്. ആകപ്പാട് ഇതിന്റെ ഫ്ലേവർ വരുന്നത് ബട്ടറിൽ നിന്നാണ്. വേറെ നമ്മൾ കൂടുതൽ മസാല ഒന്നും ചേർക്കുന്നില്ല. ബാക്കിയുള്ള ഡിഷുകൾ പോലെ, അവിടെ സൗത്ത് ഇന്ത്യൻ ഡിഷുകൾ പോലെ അത്രയും മസാല ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ ബട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എണ്ണയ്ക്ക് പകരം ബട്ടർ എന്നുള്ള റേഞ്ചിൽ വേണം നമ്മളത് ഡീൽ ചെയ്യാൻ. കേടാ മജി, അല്പം ബട്ടർ ഡാർക്കായി, ഡാർക്കാവാൻ പാടില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ സവാള ചേർക്കാം. ഓക്കെ, ഇനി സവാള ചെറുതായിട്ടൊന്ന് ബട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ ക്യാപ്സിക്കം അങ്ങ് ഇട്ടു, പച്ച ക്യാപ്സിക്കം. ഓക്കെ, ചുവന്ന ക്യാപ്സിക്കം ഇടുകയാണ്. പക്ഷെ ചുവന്ന ക്യാപ്സിക്കത്തിൽ ഒരു കോമഡി ഉണ്ട്, ഞാൻ കുറച്ച് ബാലൻസ് വെക്കാം അവസാനം നമുക്ക് അതിൻ്റെ മേളിലൊന്നും ഇടാനായിട്ട്. മൊത്തമായിട്ട് ഇടത്തില്ല, ഇത്ര ഇട്ടിട്ട് ഞാൻ കുറച്ചൊന്ന് ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞ ക്യാപ്സിക്കം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മഞ്ഞ ക്യാപ്സിക്കം സെയിം ആണ്, ഞാൻ കുറച്ച് ബാക്കി വെക്കും. എന്താണെന്ന് പറഞ്ഞാൽ അവസാനം തീർന്നതിന് ശേഷം ഗാർണിഷ് പോലെ നമുക്ക് ഇടാമല്ലോ. ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ബട്ടർ കുറയുന്നു തോന്നുവാണെങ്കിൽ അപ്പം ഇട്ടോണം. എണ്ണ കുറഞ്ഞു എന്ന് തോന്നൽ വരികയാണെങ്കിൽ എണ്ണ കുറഞ്ഞു എന്ന് അപ്പം തന്നെ കുറച്ച് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വെർജിൻ ഒലിവ് ഓയിൽ ഞാനൊരല്പം ചേർക്കുകയാണ്. കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തു. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. പാസ്റ്റയ്ക്ക് ഒലിവ് ഓയിലും കൂടെ ഉണ്ടെങ്കിൽ ഫ്ലേവറൊക്കെ വരത്തുള്ളൂ. ഗാർലിക് ഇടുകയാണ്. ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഗാർലിക് ഇട്ടേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഗാർലിക് ഓവർ പവർ ചെയ്യണ്ട, ഗാർലിക്ക് കടിക്കാനും കിട്ടണം, ഓവർ പവറിങ്ങും ആവണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തേക്കുന്നത്. ഇതാ ഗാർലിക്ക് ഞാൻ ഇട്ടു. ഏത് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ഗാർലിക് ഇട്ടാ? ഓക്കെ, നല്ല കളർഫുൾ ആയിരിക്കല്ലോ. നമ്മളത് ഇങ്ങനെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ വെച്ചു കൊടുത്തു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. സോൾട്ട് ടേസ്റ്റ് ആണ്, നിങ്ങളുടെ സൗകര്യം അനുസരിച്ചാണ്. കുറച്ച് പെപ്പർ ഞാൻ ആഡ് ചെയ്യാണ്. കുറച്ച് ആഡ് ചെയ്യത്തുള്ളൂ, കാരണം പാസ്ത ചേർത്തതിന് ശേഷം പിന്നെ ആഡ് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ബേസ് ഫ്ലേവർ അതിൻ്റെ കൂടെ കയറാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പണിക്ക് പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ ധൃതിയിൽ ചെയ്യുകയാണ്. തെറ്റ് കിട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതൊരു 2-3 ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് ഒരു 3-4 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക, ലോ ഫ്ലെയിമിൽ. എന്നിട്ട് പാസ്റ്റ നമ്മൾ ഇടാൻ നേരം ആകുമ്പോഴത്തേക്കും ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കുക. ഇനി അടുത്ത എന്താ ചേർക്കുക? ഇനി ഞാൻ എന്താ പാസ്റ്റ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പാസ്റ്റ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. കാരണം ആ വെജിറ്റബിളിൻ്റെയും ആ ബട്ടറിൻ്റെ ഒലിവ് ഓയിലിൻ്റെ ഒക്കെ ഫ്ലേവർ അങ്ങോട്ട് ഇതിനകത്തോട്ട് കയറണം. നല്ലതായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുക. അപ്പം അത് പാസ്റ്റയൊക്കെ ഇളകി തുടങ്ങും, അതുകൊണ്ട് ഞാൻ ഇളക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ് ഒന്നുകൂടെ, കാരണം ഇപ്പോൾ പാസ്റ്റ ഇട്ട് കഴിഞ്ഞു. ആ ലെവലൊന്ന് മാച്ച് ചെയ്യാനായിട്ട് ഞാനൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പാപ്രിക്ക ആഡ് ചെയ്യാണ്. പാപ്രിക്കയിൽ എച്ചത്തിനൊന്നും കാണിക്കാൻ നിൽക്കണ്ട, നമുക്ക് ഇഷ്ടംപോലെ ആഡ് ചെയ്യാം. ചില്ലി പൗഡർ ഇടണമെന്നില്ല, പാപ്രിക്ക ആണ് എനിക്കിഷ്ടം. പിന്നെ ഇത്തിരി കൂടെ എരിവൊക്കെ രസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തോളൂ. പാപ്രിക്ക ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലൈറ്റായിട്ട് മതി. കാരണം ആ പെപ്പർ വരുന്നതിന് മുമ്പ് ഞാൻ ലൈറ്റായിട്ടൊന്ന് പാപ്രിക്ക ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഓവറായിട്ട് ഇളക്കാൻ വെക്കില്ല, പാസ്റ്റയിൽ ഇളകി പീസായി പോകും, പിന്നെ ഭംഗി കാണത്തില്ല പാസ്റ്റയ്ക്ക്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടേച്ച് ഞാൻ കുറച്ച് പെപ്പർ ആഡ് ചെയ്യാണ് സുഹൃത്തുക്കളെ. പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തു. പെപ്പർ ഇത്തിരി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. ടൊമാറ്റോ കെച്ചപ്പ് അയ്യോ പുതിയ ബോട്ടിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ആക്കാണെന്ന് കൂടി പോയി. ഓക്കെ, ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്രീം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും ക്രീമൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ക്രീം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ക്രീം ഇടേണ്ട ആവശ്യമില്ല, ആ ബട്ടർ ഒന്ന് അല്പം കൂട്ടിയിട്ടിരുന്നാൽ മതി, ആ ഫ്ലേവർ കിട്ടിക്കോളും. പാസ്റ്റ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇളക്കാൻ പറ്റത്തില്ല, പാസ്റ്റ ഷേപ്പ് മാറും. മക്രോണിയൊക്കെ ഇളകി തുടങ്ങി ഇപ്പോഴേ. ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇനി കുറച്ച് വെള്ളരിക്ക, എന്താണെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രിപ്പറേഷൻ കഴിയാറായി. 3/4 കുക്കുംബർ ഞാൻ ഇടുകയാണ്. 1/4 ഭാഗം ഞാൻ വെച്ചിട്ടുണ്ട് ഗാർണിഷ്. പാസ്റ്റ ഒട്ടായിരിക്കാനാണ്. ക്രീം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു അല്പം ബട്ടറും കൂടെ ഇട്ട് ലൈറ്റ് ഒരു മിക്സ്
നമ്മുടെ പാസ്റ്റ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഓഫ് ചെയ്യാണ്. നേരത്തെ കാണിച്ച പാസ്റ്റ എടുത്ത് താഴെ വെച്ചിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട്. ബ്രെഡ് എന്തിനാണ് ടോസ്റ്റ് ചെയ്യണമെന്നായിരിക്കും ആദ്യത്തെ ചോദ്യം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻസ് പാസ്റ്റയുടെ കൂടെ അവരൊരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ട്, ഗാർലിക് ബ്രെഡ് പോലെ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ബ്രെഡും ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബട്ടർ നല്ലോണം ആ ബ്രെഡിലോട്ട് തേച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ജിഞ്ചറിൽ നിന്ന് കുറച്ച് പീസുകൾ എടുത്തിട്ടിട്ട് ഗാർലിക് എടുത്തിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഈ ബ്രെഡ് എടുത്തിടും. എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുക. ആ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്തൊന്ന് കയറണം ആ ബട്ടറിൽ. ബ്രെഡിൽ കയറിക്കോളും. ബട്ടറിൽ കയറുവാണെങ്കിൽ ബ്രെഡ് വലിച്ചങ്ങ് എടുത്തോളും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ബട്ടർ രണ്ട് സൈഡിലും ഒരു രസത്തിനായിട്ട് ഗാർലിക്ക് ഇങ്ങനെ കുറച്ച് പീസസ് മതി കേട്ടോ. ആ കടിക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയാണ്. ആ ബട്ടറിൻ്റെ ഇത്രയും ബട്ടർ ഇട്ടേക്കുന്നതുകൊണ്ട് ആ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് അതിനകത്ത് ബട്ടറിനകത്തൂടെ കിട്ടും. മറച്ചിട്ടിട്ട് ഈ സൈഡിലും കുറച്ച് ഗാർലിക്കിൻ്റെ ചെറിയ വളരെ തിന്നായിട്ടാണ് നമ്മൾ ചോപ്പ് ചെയ്തേക്കുന്നത് അല്ലേ. അത് ഞാൻ ഇത്തിരി ഒന്ന് ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി അതിൻ്റെ പുറത്തിട്ട് കൊടുക്കുകയാണ്. നാട്ടിൽ ഗാർലിക് ബട്ടർ മേടിക്കാൻ കിട്ടുമായിരിക്കും. അത് കിട്ടുവാണെങ്കിൽ എളുപ്പമായി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഗാർലിക് ഉണ്ട്, നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു, കാണിച്ചു തന്നിട്ട്. എൻ്റെ കർത്താവ് ഒരു കൈകളിൻ്റെ ബുദ്ധിമുട്ടാണ്. ആഹാ, ഇത്തിരി കൂടെ ഒന്ന് മുരിയട്ടെ. അപ്പോഴാ ഗാർലിക് ബ്രെഡിന്റെ ഒരു ഫീൽ അതിന് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. പക്ഷെ എന്നിട്ട് ഞാൻ അത് അവിടെ നിന്ന് എടുക്കുന്നില്ല. അതവിടെ ഇത്തിരി കൂടെ മുരിയട്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് ആ സമയം കൊണ്ട് പാസ്റ്റ പ്ലേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അമ്മയ്ക്ക് പ്ലേറ്റ് ചെയ്യണേ അമ്മേ. അവിടെ ഞാൻ ഓവറായിട്ട് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ലൈറ്റ് മീഡിയം എടുത്തിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അമ്മ കൂടുതൽ കഴിക്കാം. ഇതൊരു താങ്ക് യു ആണ്. കാരണം ഇത്രയും ദിവസം അമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. മദേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മയ്ക്കൊരു താങ്ക്സ് പോലെ ഇതുകൊണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഗാർലിക് ബ്രെഡും കൂടെ. അപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയായി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് പെപ്പേഴ്സും, അത് ഫ്രഷ്, അതെന്താന്ന് പറയുക ക്രഞ്ചി ആയിരിക്കും കഴിക്കുമ്പോഴത്തേക്കും. കുറച്ച് നമ്മുടെ യെല്ലോ പെപ്പേഴ്സും, കുറച്ച് നമ്മുടെ കക്കിരി എന്ന് പറയുമ്പോൾ കുക്കുംബർ കാരണം സൈഡിൽ പോയി. അയ്യോ, എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കുഴപ്പമില്ല, ആ മേളിലെടുത്തിടാം. സാധനം റെഡിയായി. ഇനി അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് ഇഷ്ടമാണോ അമ്മയ്ക്ക്? എരിവ് ഇഷ്ടമാണ്. അപ്പൊ കുറച്ച് പെപ്പരിക്ക ഇടട്ടെ പുറത്ത്. കുറച്ച് അല്ലല്ല, നല്ല ഫ്ലേവർ ഉണ്ട്. കുറച്ച് എരിവും തരും. കാരണം ഡയറക്റ്റ് ആയിട്ട് ഇടുകയല്ലേ അതിന്റെ പുറത്ത്. അപ്പൊ അതൊരു സ്പൂൺ ബൈറ്റിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുകയല്ലേ. ഓക്കെ, റെഡി അമ്മ. അപ്പോൾ നമ്മുടെ പാസ്റ്റ റെഡിയായി. അമ്മയ്ക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ കറിവീട് അമ്മാസ് കുക്കിംഗ്, ഇന്ന് ഞാൻ കുക്കിംഗ്, സൈനിങ് ഔട്ട്.